ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മട്ട കണ്ടന്റിയുടെ പുതിയൊരു സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കമൻറ്റാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ കമൻറ്റിനകത്ത് ഉള്ളതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെബ് ഷൂട്ടർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നും പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ആ ബെൽ ബട്ടൺ കൊണ്ടുവന്ന് നിൽക്കുക. പിന്നെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു വോയിസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വെബ് ഷൂട്ടർ. അപ്പോൾ ഈ ഒരു വെബ് ഷൂട്ടറിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഫ്ലൂയിഡും അല്ലെങ്കിൽ വാട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് കുറച്ച് എയറായി നമുക്കിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു തീ കത്തിപ്പിക്കുന്ന ലൈറ്ററും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കുപ്പിയില്ലേ MRൻ്റെ, അപ്പോൾ അങ്ങനത്തെ ഒരു പച്ചക്കുപ്പിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെബ് ഷൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത്രയ്ക്ക് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. പിന്നെ ഇത് നമുക്ക് സ്പീഡ് യൂസ് ചെയ്യാനും ഒക്കെ അങ്ങനെ ചെറിയൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പിയില്ലേ, ഈ കമ്പി നമ്മൾ ട്രിഗർ ഈ സമയം നമ്മൾ താഴോട്ടാക്കുമ്പോഴത്തേനും നമ്മുടെ ലൈറ്ററിൻ്റെ ഈ ഒരു ഗ്യാസ് ഓപ്പൺ ആവുന്ന ആ ഒരു പാർട്ടില്ലേ അത് ഓണാവും. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് വെളിയിട്ട് തരും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് മെയിൻ ഐറ്റം. പിന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിലില്ലേ, ഈ ഒരു ബോട്ടിൽ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ പൊട്ടിയോ നശിച്ചോ എന്തെങ്കിലും പോയി കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പച്ചക്കുപ്പി ഇതുപോലെ എടുത്തിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പശ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാന്നുള്ളൂ. ഇന്നത്തെ ഇപ്പോൾ പശയുണ്ട്. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. പിന്നെ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പാർട്ടില്ലേ, ഈ ഒരു പാർട്ട് മാത്രം ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അത് നമ്മുടെ ഈ പശ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഒഴിക്കുന്ന സാധനമില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കത്ത് ഈ ഒരു ഗ്യാസ് വെളിയോട്ട് വരുന്ന ആ ഒരു ഭാഗം നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ ഒന്നും ഉണ്ടാക്കി കാണിക്കാതെ നമ്മുടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും എക്സ്ട്രാ ഇല്ല. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ വേറൊരു വെബ് ഷൂട്ടറിനാണ്. ഇതാണ് നമ്മുടെ ആ ഒരു കയറ്റി വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്യാസിൻ്റെ സാധനം. ഇത് നമ്മളൊന്ന് ജസ്റ്റ് താത്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ സിസ്റ്റമൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എക്സ്ട്രാ ഒരു ലൈറ്റർ ഉണ്ടാക്കിയ പോലെ തന്നെയാണ്. കുറച്ച് എയർ ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ലൈറ്റർ ഉണ്ടാക്കിയ പോലെ. ഓക്കെ, അപ്പം ഇതുപോലാണ് നമ്മുടെ ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അടുത്തൊക്കെ നല്ല പടക്കമൊക്കെ കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം ഞാൻ പറഞ്ഞ വോയിസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ലൈറ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് പുറത്തൊരു ഗ്യാസ് തെറിക്കും. അത് നമ്മുടെ ആ ട്രിഗർ പിടിച്ചൊന്ന് ജസ്റ്റ് താത്താൽ മതി. ഇത് ഞാൻ ഫസ്റ്റ് ഫ്ലൂയിഡ് തെറിക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ വെബ് ഷൂട്ടർ. അപ്പോൾ അത് ഇതാണ്. ഇത് കണ്ടാൽ നമ്മുടെ സ്പൈഡർമാൻ 1, 2 നമ്മുടെ കാർട്ടൂണൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു വെബ് ഷൂട്ടർ പോലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ സ്ട്രോ പോലെ നമ്മുടെ ഈ പേനയ്ക്കകത്തെയൊക്കെ ലീഫ് ലെയറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് വെള്ളമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തത്. ഇതിപ്പോൾ കണ്ടില്ലേ, സാധാരണ ലൈറ്റർ പോലെ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് താത്തിട്ടുണ്ടെങ്കിൽ വെള്ളം വെളിയിട്ട് തെറിക്കും. ഇതുപോലെയാണ് നമ്മുടെ ലൈറ്ററും കാര്യങ്ങളൊക്കെ ഒറിജിനായിട്ടുള്ളത്. അത് നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കാൻ റീലോഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പുള്ളി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വെബ് ഷൂട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു വെബ് ഷൂട്ടിനകത്ത് ഇതുപോലെ ഞാൻ കൈ കെട്ടി കാണിക്കാം. ഇതിൻ്റെ ആ ഒരു നമ്മളിങ്ങനെ താക്കുന്ന, അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ട്രിഗർ മറ്റേ അതുപോലെ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പടക്കത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ലൈറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലോഡ് ചെയ്ത് ഒരുപാട് ഇങ്ങനെ നമ്മുടെ ഹോം സ്പൈഡർമാനത്തെ പോലെ നമ്മുടെ ബെൽറ്റിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ നമുക്ക് ഷൂട്ട് ചെയ്യുക. അത് ഷൂട്ട് ചെയ്ത് ഫ്ലൂയിഡ് എല്ലാം തീർന്നെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എടുക്കുക, കയറ്റി വെക്കുക, ഷൂട്ട് ചെയ്യുക. അടിപൊളി. അതുപോലെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് താത്ത ഇതുപോലെ ഫ്ലൂയിഡ് തെറിക്കും. പിന്നെ ഇതിനെന്താണ് കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ പ്രാവശ്യമേ വാട്ടറൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് തന്നെ ഷൂട്ട് ചെയ്യാം, കുഴപ്പമില്ലാതെ. അപ്പോൾ ആ ഒരു പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടികൾ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ മാറ്റം വരുത്തിയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴേലും സാധനങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പേര് MR വെബ് ഷൂട്ടർ ഒന്നുകൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതുപോലെ നല്ലൊരു കമൻറ്റ് കിട്ടിയാലേ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ഒരു മോട്ടിവേഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ഞെക്കി വെക്കുക. അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.